ഇത് നമ്മൾ ഒരു പലഹാരമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമൊന്നുമില്ല. വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന എല്ലാ സാധനങ്ങളും എപ്പോഴും നമ്മുടെ അടുക്കളയിൽ ഉണ്ടാവുന്ന സാധനങ്ങൾ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പച്ചരിയും വേണം, മുട്ടയും വേണം, കുറച്ച് തൈരും വേണം. ഇത് ഒന്നല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കാം, അല്ലെങ്കിൽ വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ ഇടനേരത്ത് കഴിക്കാനാണെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഒരു ചെറുതായിട്ട് എരിവ് ഉള്ള ഒരു പലഹാരമായിട്ടാണ് ഇത് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കുക. ഇത് ഫെർമെൻറ്റേഷൻ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ മോൾ ഭാഗവും അടിഭാഗവും നന്നായിട്ട് മുരിഞ്ഞിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. പിന്നെ നമ്മുടെ മിയ കിച്ചണിലെ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു തക്കാളി മുട്ടച്ചോറിൻ്റെ റെസിപ്പിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് സാധാരണ നമ്മൾ ചെയ്യണ പോലെയല്ല, അതിന് വേറൊരു പ്രത്യേക രീതിയിലാണ് ചെയ്തേക്കുന്നത്. ആ ചോറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ, അത് ചോറിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കും. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണാത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കൂടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിചാരിക്കണം. ഇവിടെ ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കണം. ഈ ആഴ്ച നമ്മൾ വീക്കെൻഡ് വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ദിവസങ്ങളിലൊക്കെ പറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. വേറെ പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നുമില്ല. പിന്നെ കുറേ പേര് ആസ്പിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആസ്പിൻ വന്നിട്ടില്ല. ആസ്പിൻ വരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ്പിനെ ഉറപ്പായിട്ടും കാണിക്കാം. അതിന് കുഴപ്പമൊന്നുമില്ല, ഞാൻ എപ്പോഴും അവനെ വീഡിയോയിൽ കാണാറുണ്ട്. ആ വീഡിയോയിൽ ഞാൻ കാണുന്ന ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ നിങ്ങളെ ഈ ആഴ്ച തന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് നോക്കട്ടെ. അവന് ഇപ്പം അടുത്തൊന്നും അവൻ വരില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ ഈ നമുക്ക് സമയം കളഞ്ഞിട്ട് തന്നെ നമ്മുടെ പലഹാരം നമുക്ക് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്കുള്ള മിക്സിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് പച്ചരി വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി 2 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി ഒന്ന് എന്താ പറയുക, പച്ചരി നമ്മൾ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കില്ല, അതേപോലെ എടുത്തിട്ടുണ്ട്. 2 കപ്പ് പച്ചരി. 2 കപ്പ് പച്ചരി എടുക്കുമ്പോൾ ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് റെഡിയാക്കുമ്പോൾ ഇത്രയ്ക്ക് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 മുട്ട ചേർത്താൽ മതി. 1 ഗ്ലാസ് അരിപ്പൊടിക്ക് 1 മുട്ട, 2 ഗ്ലാസ് അരിപ്പൊടി എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 മുട്ട. അപ്പോൾ നമ്മളിവിടെ 2 ഗ്ലാസ്സിനുള്ള ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പകുതി എടുത്തിട്ട് റെഡിയാക്കിയാൽ മതിട്ടാ. 3 ടേബിൾ സ്പൂൺ തൈര്, അധികം പുളിയില്ലാത്ത തൈര് കേട്ടോ. ഇത് 3 കൂടിയിട്ട് നമ്മൾ ഫസ്റ്റ് മിക്സിയിൽ ഇട്ടിട്ട് അരച്ചിട്ടെടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതും കൂടിയിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഒരു സവോള നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു കഷ്ണം ഇഞ്ചി ആയിരുന്നാലും നല്ല പൊടിയായിട്ട് കട്ട് ചെയ്യണം. നിങ്ങൾ എൻ്റെ വലിപ്പം കാണിക്കാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്യാണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളകും നല്ല ചെറുതായിട്ട് കട്ട് ചെയ്യാം. പിന്നെ കറിവേപ്പില, പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ജീരകം. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങൾ മാത്രമേ നമുക്കിത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. ഫസ്റ്റ് നമുക്ക് അരച്ചെടുക്കാനുള്ളത് അരച്ചെടുക്കാം. ഇതിലേക്ക് 2 മുട്ട, മൂന്ന് ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര്. ഇതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിൽ ഇങ്ങനെ അരച്ചെടുക്കണ്ടേ. 2, 3. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കാം. ഇത് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടി ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം ചെയ്യുന്ന മിക്സിയുടെ ജാറ് കുറച്ച് ചെറുതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വലിയ ജാറിലേക്ക് മാറ്റിയിട്ടാണ് അരച്ചെടുത്തത്. ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ആയിരുന്നാലും നമ്മൾ ആ തൈര് എടുത്ത പോലെ തന്നെ ടേബിൾ സ്പൂണിൽ ഇതേപോലെ ഇങ്ങനെ നിറച്ചിട്ട് ചേർക്കണം കേട്ടോ. ഇതേപോലെ ഇങ്ങനെ നിറച്ചെടുക്കണം. 2, 3. ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് കറക്കിയിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി കൂടിയും ചേർത്തിട്ട് നമ്മൾ ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇരിക്കണമെന്ന് നോക്കിക്കേ, ഒരുപാട് ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കരുത്. ഇത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇതേപോലെ ഇനി ഇരിക്കണം കേട്ടോ മാവ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നമുക്കൊരു ബൗളിലേക്ക് പകർത്താം. ഇതിലേക്ക് നമ്മൾ പച്ചമുളകും ഇഞ്ചിയും സവോളയും എടുത്ത് വെച്ചിട്ടില്ലേ, അത് കൂടിയിട്ട് ഇതിലേക്ക് ചേർക്കാം. ഇഞ്ചിയൊക്കെ ആയിരുന്നാലും നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി പച്ചമുളക്,
സവോള, കറിവേപ്പിലയൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ കുറച്ച് നന്നായിട്ട് ചേർത്തോട്ടെ. ഇനി നിങ്ങൾക്ക് മല്ലിയില വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടിയിട്ട് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഒരു 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം. ചെറിയ ജീരകം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്തോ, കുഴപ്പമില്ല. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 2 നുള്ള് ബേക്കിംഗ് സോഡയും കൂടിയിട്ട് ചേർക്കാം. ബേക്കിംഗ് സോഡ ചേർക്കാണ്ടും ഇത് റെഡിയാക്കിയിട്ട് എടുക്കാം. പക്ഷേ ബേക്കിംഗ് സോഡയും കൂടിയിട്ട് ചേർക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ചേർക്കാണ്ട് പറഞ്ഞ് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് തോന്നാണ് കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾ 2 നുള്ള് ബേക്കിംഗ് സോഡ ചേർക്കുക. ബേക്കിംഗ് സോഡ ഒരുപാട് നമ്മൾ ചേർക്കണില്ലല്ലോ, വളരെ കുറച്ച് ചേർക്കണുള്ളൂ. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ 2 നുള്ള് ബേക്കിംഗ് സോഡ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാവരും ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആവണം, പ്രത്യേകം ശ്രദ്ധിക്കുക. ബേക്കിംഗ് സോഡ ചേർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. അത് കട്ട പിടിച്ച പോലെ കിടക്കരുത് കേട്ടോ. നമ്മുടെ ബാറ്ററി ആണെങ്കിലും ഇതേപോലെ തന്നെ ഇരിക്കണം, ഭയങ്കര വെള്ളം പോലെ ഇരിക്കരുത്. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ബാറ്റർ കഴിഞ്ഞ് ഫെർമെൻറ്റേഷൻ ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ മാവ് റെഡി ആയ വഴിക്കാണ് ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ പലഹാരം നമുക്ക് റെഡിയാക്കാം. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് തേങ്ങക്കൊത്തും കൂടിയിട്ട് വറുത്തിട്ട് ചേർക്കാം. അപ്പോൾ തേങ്ങക്കൊത്തും കൂടിയിട്ട് കടിക്കുമ്പോൾ ഒരു പ്രത്യേക അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ തേങ്ങയില്ല, അതുകൊണ്ടാണ് ഞാൻ തേങ്ങക്കൊത്ത് ചേർക്കാത്തത്. അല്ലെങ്കിൽ തേങ്ങക്കൊത്തും കൂടിയിട്ട് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം. അത് നല്ല സൂപ്പർ ടേസ്റ്റാണ്. അത് ഇല്ലാണ്ട് ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. നേരെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഉണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങക്കൊത്തും കൂടിയിട്ട് ചേർക്കാം. പിന്നെ ഈ അപ്പം നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോണത് നമ്മൾ ഉള്ളിയൊക്കെ താളിക്കാൻ വേണ്ടിയിട്ട് എടുക്കണ നമ്മുടെ ആ കുഴിയുള്ള പാൻ ഉണ്ടല്ലോ, അതിനകത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ അപ്പം ഉണ്ടാക്കുന്നത്. ആ പാൻ തന്നെ വേണമെന്നില്ല, പക്ഷെ അതിനകത്താകുമ്പോൾ നമുക്ക് കുറച്ച് നല്ല നല്ല കുഞ്ഞൊരു അപ്പമായിട്ട് നല്ല ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു അപ്പമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതുണ്ടെന്ന് വെച്ചാൽ അത് എടുക്കുക, അല്ലെങ്കിൽ പാനിൽ ഒഴിച്ചിട്ടും ഇത് നിങ്ങൾക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ നമ്മുടെ പലഹാരം അപ്പം നമുക്ക് റെഡിയാക്കാം. ഇത് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മുടെ മാവുണ്ടല്ലോ, മാവ് ഓരോ പ്രാവശ്യം എടുക്കുമ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരുപാട് കൂട്ടി വയ്ക്കരുത്. നമുക്ക് ചെറിയ തീയിൽ മൂടി വയ്ക്കാം. ഒരു സൈഡ് മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മറ്റേ സൈഡ് തിരിച്ചിടാം. ഞാൻ നോക്കിക്കേ, ഇപ്പം നമ്മുടെ അപ്പം നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ടൊന്ന് പൊന്തി വന്നിട്ടുണ്ട്. ഈ മോൾ ഭാഗമൊക്കെ വെന്തിട്ടുണ്ട്. ഇങ്ങനെ വെന്ത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ തിരിച്ചിടാൻ വേണ്ടിയിട്ട്. വേണ്ട നമ്മൾ തിരിച്ചിടരുത്. അത് നമ്മളിങ്ങനെ തിരിച്ചിടുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ വെന്തിരിക്കാൻ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെ മാവ് ഇങ്ങനെ എന്താ പറയുക, വേവാത്ത മാവ് ഇങ്ങനെ അനക്കുമ്പോൾ അനങ്ങൂലോ, അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് തിരിച്ചിട്ടാൽ മതി. തിരിച്ചിടാം. നമുക്ക് മൂടി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ 2 അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം നോക്കിക്കേ, അപ്പം നല്ല എന്താ പറയുക, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമായിട്ടാണ് ഇരിക്കുന്നത്. നന്നായിട്ട് മൊരിച്ചിട്ട് എടുക്കണം കേട്ടോ. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നന്നായിട്ട് മൊരിച്ചിട്ട് എടുക്കുമ്പോഴായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ പലഹാരങ്ങളൊക്കെയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എത്ര ഉണ്ടാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3, 6, 7 ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി കുറച്ചും കൂടി മാവുണ്ട് കേട്ടോ. അപ്പോൾ എത്രയ്ക്ക് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഒരു 12 ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ബാക്കി മാവ് വരണുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കുക. അപ്പോൾ നമുക്കൊരു 2-3 ദിവസം വരെ മാവ് കേടുവരാണ്ടിരിക്കും. നല്ല സോഫ്റ്റായിട്ടിരിക്കും. എൻ്റെ ഉള്ളിൽ നോക്കിക്കേ.
നമ്മുടെ പലഹാരം കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ചൂടാറി കഴിഞ്ഞാൽ ഇതിന്റെ സോഫ്റ്റ്നെസ് പോയില്ല, കാരണം ഇതിലേക്ക് നമ്മൾ മുട്ടയും കൂടിയിട്ട് ചേർത്തിട്ടുണ്ടല്ലോ. അപ്പൊ ഞാനൊന്ന് കഴിച്ച് നോട്ടെ, ടേസ്റ്റ് പറയാം. കഴിക്കില്ല. രണ്ട് സൈഡ് നന്നായിട്ട് മൊരിച്ചിട്ട് എടുക്കണം കേട്ടോ, അപ്പോഴേക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇത് രണ്ട് സൈഡ് നന്നായിട്ട് മൊരിച്ചിട്ടുണ്ട്. ഉള്ളിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇത് കഴിക്കുമ്പോൾ ശരിക്കും നമ്മൾ ചായക്കടയിൽ നിന്ന് കഴിക്കുന്ന എന്തൊക്കെയോ ഒരു പലഹാരത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് പോലെ തോന്നുന്നുണ്ട്. ആ ജീരകം എനിക്ക് ഒന്ന് ചെറുതായിട്ട് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് പെരിഞ്ജീരകം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെരിഞ്ജീരകം കൂടിയിട്ട് ചേർക്കട്ടെ. പിന്നെ തേങ്കൊത്ത് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്കൊത്ത്, നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടിയിട്ട് ചേർക്കണം. നല്ല സൂപ്പർ ടേസ്റ്റിന് റെഡി ആക്കിയിട്ട് എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും പാടില്ല, പെട്ടെന്ന് തന്നെ റെഡി ആക്കിയിട്ട് എടുക്കുക. പിന്നെ ഇത് രണ്ട് സൈഡും തിരിച്ച് മറിച്ചിട്ട് മൊരീശ്ശേരി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് സമയം എടുക്കും. പക്ഷേ അതിൻ്റെ മിക്സിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പമാണ്. കാരണം നമ്മൾ കുറച്ച് തിക്കായിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്ന് നന്നായിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ എന്നാലും നന്നായിട്ടൊന്ന് റെഡി ആയിട്ട് വരണമല്ലോ. ഇത് പിന്നെ അവരുടെ കഴിച്ചാൽ മതി, ഒരാൾക്ക് വയറെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ കടകളിൽ നിന്ന് ബ്രെഡൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് ഇത്. ഇതെനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, അല്ലെങ്കിൽ വെറുതെ തന്നെ കഴിക്കാം. അപ്പോൾ സവാളയൊക്കെ ആയിരുന്നാലും കറിവേപ്പിലേക്ക് ആയിരുന്നാലും കുറച്ച് നന്നായിട്ട് ചേർക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം.